കൂത്താട്ടുകുളത്ത് വൻ തട്ടിപ്പ്, പ്രതി ഒളിവിൽ. 40ഓളം വാഹനങ്ങൾ പണയം വെച്ച് പണം തട്ടിയതായി പരാതി. തിരുമാറാടി പഞ്ചായത്തിൽ ഒലിയപ്പുറത്ത് താമസിച്ചു വരുന്ന കിടങ്ങൂർ വെങ്ങപ്പള്ളിൽ സജൻ സാബു എന്ന വ്യക്തിക്കെതിരെയാണ് പരാതി. കൂത്താട്ടുകുളത്ത് നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി വാഹനങ്ങളാണ് ഇയാൾ സൗഹൃദം നടിച്ച് കൈക്കലാക്കി പണയം വെച്ചിരിക്കുന്നത്. ഇതിൽ പല വാഹനങ്ങളും സംസ്ഥാനം കടന്ന് പോളി മാർക്കറ്റിൽ എത്തിയിട്ടുള്ളതായി പറയപ്പെടുന്നു. കൂത്താട്ടുകുളം ടൗണിലെ വർക്ക്ഷോപ്പ് ഉടമ ഉൾപ്പെടെ നിരവധി ആളുകളാണ് കൂത്താട്ടുകുളം സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത്. അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളിൽ നിന്നും അത്യാവശ്യം ആവശ്യങ്ങൾക്കായി എന്ന് കാണിച്ച് വാഹനം വാങ്ങുകയും പിന്നീട് മടക്കി നൽകാതിരിക്കുകയും ചെയ്യുകയായിരുന്നു. വാഹനം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് ഉടമകൾ അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിൽ പല വാഹനങ്ങളും ഫിനാൻസ് കമ്പനികളുടെ കൈക്കലാണെന്ന് അറിയാൻ സാധിച്ചതോടെയാണ് ഉടമകൾ പരാതിയുമായി എത്തിയത്. ഒലിയപ്പുറത്ത് താമസിച്ചു വരുന്ന സജൻ സാബുവും കുടുംബവും നിലവിൽ ഒളിവിലാണ്. വർഷങ്ങളായി സജൻ ഒലിയപ്പുറത്ത് ഭാര്യ വീട്ടിൽ കഴിഞ്ഞു വരികയാണ്. സജനെയും ഭാര്യ അഞ്ജനയെയും കുട്ടികളെയും കാണാനില്ല എന്ന് കാണിച്ച് ഭാര്യയുടെ മാതാപിതാക്കൾ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ പരാതിയിലും വാഹന ഉടമകളുടെ പരാതിയിലും അന്വേഷണം നടന്നുവരികയാണ്. കൂടുതൽ ആളുകൾ സജന്റെ കെണിയിൽ വീണിട്ടുള്ളതായാണ് പ്രാഥമിക വിവരം. ഇതിനിടെ സജൻ വിറ്റ വാഹനം കംപ്ലൈന്റ് ആവുകയും അത് നന്നാക്കി നൽകാമെന്ന് പറഞ്ഞ് സജന്റെ പരിചയത്തിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിക്കുകയും അത് പണയം വെച്ച സംഭവവും ഉണ്ടായി. എൻ്റെ പേര് ഷിബു എന്നാണ്. ഞാൻ താമസിക്കുന്ന കുറവലങ്ങാട് അടുത്ത് വയലാന്ന് പറഞ്ഞ സ്ഥലത്താണ്, കടപ്ലാമറ്റം പഞ്ചായത്ത്. അപ്പം ഞാൻ ഇപ്പം ഈ സജൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കുകയുണ്ടായി. അപ്പോൾ അതിന് ഇച്ചിരി ഡാമേജും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ എന്നോട് വാങ്ങിയ പൈസ തിരിച്ചു തരണം, എന്നിട്ട് വണ്ടി താൻ തന്നെ എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ അവനോട് ഇച്ചിരി പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ അവൻ എന്നോട് പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടൻ വണ്ടി കൊണ്ടുതാ, എനിക്ക് ഞാൻ അവൻ്റെ പരിചയമുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോയി വണ്ടി പണിത് തന്നാക്കാമെന്ന് പറഞ്ഞു. വണ്ടി ഓടേണ്ട കണ്ടീഷനിലാക്കിയിട്ട് ഇത് വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തു. എന്നിട്ട് 3 മാസത്തോളമെങ്കിലും ആ വണ്ടി അവിടെ കിടന്നിട്ടുണ്ട്. അവസാനം ഇവൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 15 രൂപ ഞാൻ ആ വണ്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇവൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വർക്ക്ഷോപ്പിൽ പോയിട്ട് എന്നോട് പറഞ്ഞ ആ വണ്ടി വിറ്റിട്ട് പൈസ തരാമെന്നും പറഞ്ഞു. ഇവൻ ആ വർക്ക്ഷോപ്പുകാരനെ ഞാൻ അറിഞ്ഞത് വർക്ക്ഷോപ്പുകാരൻ്റെ അടുത്ത് 14 രൂപ കൂടെ കൊടുക്കാനുണ്ട്. ആ വർക്ക്ഷോപ്പുകാരനെ പറഞ്ഞ് വശപ്പെടുത്തിയേച്ച് ഇവൻ ആ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നിട്ട് ഇവൻ ഇവിടെ വണ്ടി വേറെ എവിടെയോ കൊണ്ട് പണയം കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇപ്പം എനിക്ക് സംഭവിച്ച കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയും പോയി, എൻ്റെ കയ്യിൽ നിന്നുള്ള പണവും നഷ്ടപ്പെട്ടു എനിക്ക്. ഇതാണ് നമ്മുടെ അവസ്ഥ. എൻ്റെ അറിവിൽ ഇവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെയാണ് മറ്റുള്ളവരെ ഇന്ന് വണ്ടി അത് സുഹൃത്തുക്കളുടെ നിന്നൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഇവൻ മറ്റ് ഫൈനാൻസുകളിൽ കൊണ്ട് വണ്ടി പണയം വെച്ചിട്ട് ഇവൻ ലക്ഷങ്ങൾ തട്ടിയെന്നുള്ള അറിവാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ വന്നപ്പോഴത്തേനും. അപ്പം അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറേ ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി. അപ്പം എല്ലാവരുടെയും കടുത്തുരുത്തി നിന്നുള്ളവരും കൂടല്ലൂരിൽ നിന്നും പാലായിൽ നിന്നുള്ളവരും കൂത്താട്ടുകുളത്തു നിന്നുള്ളവരുടെയൊക്കെ വണ്ടികളാണ് ഇവൻ എടുത്ത് ഇങ്ങനെ പണയപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ എല്ലാം ഏകദേശം ഒരു 50-ന് മുകളിൽ വണ്ടി ഉണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ കൂത്താട്ടുകുളം സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അപ്പം അതനുസരിച്ച് ഒരു പരാതി കൊടുക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അവർക്കൊക്കെ കൂടെ പരാതി കൊടുക്കാനായിട്ടാണ് നിൽക്കുന്നത്. നിലവിൽ കുറവലങ്ങാട്, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനുകളിൽ സജന്റെ പേരിൽ കേസുണ്ട്. പരാതിക്കാരുടെ നേതൃത്വത്തിൽ വാട്സ്ആപ്പ് കൂട്ടായ്മ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ മണിക്കൂറും കഴിയും തോറും ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ, അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടു കൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ
കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.